കുരങ്ങ് ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് കോഴിക്കോട് വിലങ്ങാട്ട് തെങ്ങ് കർഷകൻ. 200ഓളം കുരങ്ങുകൾ കൃഷിയിടത്തിൽ എത്തുന്നു എന്നാണ് ഇന്ദിരനഗർ സ്വദേശി പുതുപ്പള്ളി ജോഷിയുടെ പരാതി. അധികൃതർ ഇടപെടാതെ വന്നതോടെ 18 തെങ്ങുകളുടെ മുകൾ ഭാഗം വെട്ടിക്കളഞ്ഞേണ്ടി വന്നു ഈ കർഷകൻ. തെങ്ങ് ചതിക്കില്ലെന്നാണ് പൊതുവെ പറയാറ്. പക്ഷെ വിലങ്ങാട്ടുകാർ പറയും തങ്ങളെ തെങ്ങ് ചതിച്ചില്ലെങ്കിലും തെങ്ങിന്റെ മുകളിലിരുന്ന കുരങ്ങന്മാർ ചതിച്ചുവെന്ന്. അതിന് കാരണവുമുണ്ട്. വിലങ്ങാട് ഇന്ദിരനഗർ സ്വദേശിയായ ജോഷി ഓർമ്മ വെച്ച കാലം മുതൽ മണ്ണിൽ പണിയെടുത്തു തുടങ്ങിയതാണ്. മറ്റ് കൃഷികൾക്കൊപ്പം വെച്ച തെങ്ങുകളിൽ നിന്നും നല്ല കായ്ഫലം ഒരു കാലത്ത് ലഭിച്ചിരുന്നു. പക്ഷേ കുറച്ചു കാലമായി വീട്ടിലെ കറിക്കരയ്ക്കാൻ പോലും തേങ്ങ കിട്ടാതായി. അതിന് കാരണം വാനരപ്പടയാണ്. കുരങ്ങിന്റെ ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ്. നമുക്ക് ഒന്നും ചെയ്യാനും ആവുന്നില്ല. ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ടീം പോയി കഴിയുമ്പോൾ അടുത്ത ബറ്റാലി ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ശല്യം കൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ തേങ്ങയായി കഴിഞ്ഞ് കൃഷിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തേങ്ങ പോലും ചെലവിന് പോലും തേങ്ങ കിട്ടുന്നില്ലെന്നായി. ഇപ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ടാണ് വെളിച്ചെണ്ണയും വാങ്ങുന്നത്, തേങ്ങയും വാങ്ങുന്നത്. ഓരോ തവണയും കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് 100 മുതൽ 200 വരെ കുരങ്ങൻ കൂട്ടങ്ങളാണ്. തേങ്ങ കിട്ടാറില്ല. പക്ഷേ കുരങ്ങുകളുടെ നല്ല തേങ്ങ ഏറെ കിട്ടാറുണ്ടെന്ന് ജോഷി പറയുന്നു. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഭീഷണിയാവുന്നു. കാരണം ഒരു പ്രാവശ്യം കുട്ടികൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കരിക്ക് വന്ന് വീഴുന്നതുകൊണ്ട് പെട്ടെന്ന് ഇവർ നോക്കിയപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ കുരങ്ങ്. ഇവർ പേടിച്ചിട്ട് ഓടി വീട്ടിൽ കയറുമായിരുന്നു. പിന്നീട് അവർ പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ അവർക്ക് ഭയങ്കര ഒരു പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് കുരങ്ങുണ്ടാവുക, തെങ്ങലുണ്ടാവുക ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. നമ്മൾ ഒരു കരിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വീണാൽ മാത്രമേ അറിയത്തുള്ളൂ ഇതിൻ്റെ മുകളിൽ കുരങ്ങുണ്ടെന്ന്. പെട്ടെന്ന് നോക്കിയാൽ കാണിയല്ല. കാരണം ഇവർ ഒളിച്ചിരിക്കുകയുള്ളൂ. കാരണം നമ്മളെ കണ്ടു വന്നാലും വന്നിരിക്കുകയുള്ളൂ. ശല്യം സഹിക്കാൻ കഴിയാതെ വന്നതോടെ കഴിഞ്ഞ ദിവസമാണ് കർഷകനായ ജോഷി അറ്റകൈ പ്രയോഗം നടത്തിയത്. 22 തെങ്ങുകളിൽ 18 എണ്ണത്തിന്റെ മണ്ട വെട്ടി നിരത്തി. പരിപാലിച്ചു വലുതാക്കിയ ആ കൈകൊണ്ട് തന്നെ അവ വെട്ടിനിരത്തേണ്ടി വന്നതിൽ ജോഷിക്ക് ഇപ്പോഴും സങ്കടമുണ്ട്. വന്യമൃഗശല്യം മൂലം കൃഷി തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ് ഒരുപറ്റം കർഷകർ. തേങ്ങയല്ലല്ലോ മനുഷ്യ ജീവനല്ലേ വലുത്. ഇതൊരു കർഷകന്റെ വാക്കുകളാണ്. വന്യമൃഗശല്യത്തിൽ അധികൃതർക്ക് നൽകിയ ഏതെങ്കിലും പരാതി പരിഗണിച്ചിരുന്നുവെങ്കിൽ ഇന്നിത് ഒരു കർഷകന് പറയേണ്ടി വരില്ലായിരുന്നു. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ആ മേഖലയിലെ കർഷകർ ദുരിതത്തിലാണ്. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് അവരുടെ ആവശ്യം. പ്രതികരണങ്ങളിലേക്ക്. നമ്മൾ ഒരുപാട് വന്യജീവികളെ കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്ന മേഖലയാണ്. കുരങ്ങ് ശല്യം കാരണം പെരയ്ക്കകത്തുനിന്ന് ചട്ടിക്കകത്തുനിന്ന് വരെ സാധനം എടുത്തു പോകുന്ന ഒരു നിലപാടാണ് കണ്ടുവന്നത്. ഓരോ കരിക്ക് അവരുടെ തലേന്ന് നമ്മൾ വണ്ടി അവിടെ നിർത്തിയിടുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി പോകുന്ന വഴിക്ക് വരെ കരിക്ക് ഇവരുടെ കയ്യിൽ നിന്ന്, കുരങ്ങിൻ്റെ കയ്യിൽ നിന്ന് പറിച്ച് താഴെയിടുന്ന അനുഭവം കണ്ടിട്ടുണ്ട്. അധികരോട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കൂല. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ലാത്ത എൻ്റെ അബ്രഹാമല്ലോ, എൻ്റെ അനിയൻ്റെ അബ്രഹാമല്ലോ 4-5 കിൻ്റെ അണ്ടി കിട്ടുന്ന അവസാനം ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു 10 കിലോ അണ്ടി കിട്ടി. അരക്ക് കൂട്ടാൻ തേങ്ങ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കാശ് കൊടുത്ത് മേടിക്കേണ്ട ഗതികളിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ ചാടി ഇങ്ങനെ വന്നിട്ട് അതുകൊണ്ട് അവിടെ ഒരു 10-30 തെങ്ങുള്ള ഒരൊറ്റ തെങ്ങയില് വെട്ടിയിടുന്നത് എല്ലാം മൊത്തം ഇതിൻ്റെ പരിപാടി. വെട്ടിയതുപോലെ നമ്മൾ പിന്നെ വെട്ടാൻ കഴിവില്ലാത്തതുകൊണ്ട് അങ്ങനെ തിന്നു. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റിയാത്ത സ്ഥിതിയാണ് ഒന്നാമത്. ഇവിടെ ഞങ്ങൾ 10-90, 95, 96 വീട്ടുകാരുണ്ട്. അവർക്ക് എല്ലാം ഒരേപോലെയുള്ള അനുഭവങ്ങളാണ് അവർക്ക് എല്ലാവർക്കും ഉള്ളത്.